ഹലോ മക്കളെ, പാർട്ട് 7 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. NCERT എക്സസൈസ് 1.2 ആണ്. അപ്പൊ പാർട്ട് 1 to 6 കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പൊ ഈ പാർട്ട് 7 പറഞ്ഞിരിക്കുന്നത് ഇറാഷണൽ ആയിട്ടുള്ള നമ്പേഴ്സ് പ്രൂവ് ചെയ്യാനൊക്കെയാണ്. ഓക്കെ, അപ്പൊ ആ 3 ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ പാർട്ട് 4 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവർ പാർട്ട് 4 കാണുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാഷണൽ ആണോ എന്ന് തെളിയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ റാഷണൽ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം. അതായത് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ A/B രൂപത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അസ്യൂം, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യണം. ലെറ്റ് അസ്യൂം ടു ദ കോൺട്രറി, ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ദാറ്റ് റൂട്ട് 5 ഈസ് റാഷണൽ. ഓക്കെ, അങ്ങനെ റൂട്ട് 5 റാഷണൽ ആണെങ്കിൽ റൂട്ട് 5 ഈസ് ഈക്വൽ ടു തീർച്ചയായിട്ടും നമുക്ക് A/B എന്ന് പറഞ്ഞ രൂപത്തിൽ എഴുതാനായിട്ട് കഴിയും. ഇവിടെ ബി എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ബി നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അതുപോലെ തന്നെ എയും ബിയും എന്തായിരിക്കണം, കോ പ്രൈം ആയിരിക്കണം. കോ പ്രൈം, വാട്ട് യു മീൻ ബൈ കോ പ്രൈം? കോ പ്രൈം മീൻസ് പറഞ്ഞാൽ അവർക്ക് ഒന്ന് മാത്രമേ അവർക്ക് എന്തായിട്ടുള്ളൂ, കോമൺ ഫാക്ടർ ആയിട്ടുള്ളൂ. വേറെ ഒരു നമ്പറും എന്താണ് അവർക്ക് ഈ രണ്ടുപേർക്കും കൂടി കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ആയിട്ട് വേറെ ഒരു നമ്പറും ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ എന്നതിന്റെ അർത്ഥമാണ് കോ പ്രൈം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് അത് എന്താവുള്ളൂ, റാഷണൽ നമ്പർ ആവുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു സെന്റൻസ് എഴുതി വെക്കുക. വി ക്യാൻ ഫൈൻഡ് ഇന്റിജേഴ്സ് A and B have common factor other than 1, then we can divide by the common factor and assume that A, B are co-prime. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള സെന്റൻസ്. A, B എന്താണ്, co-prime ആണ്. A യും B എന്താണ്, ഇന്റിജർ ആണ്. ആൻഡ് B നോട്ട് ഈക്വൽ ടു 0 എന്നും കൂടി അതിനകത്ത് എഴുതാം. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ട് 5 is equal to A/B എന്ന് എഴുതി. റൂട്ട് 5 is equal to A/B. ഓക്കെ, ദെൻ ഈ ബി ഇങ്ങോട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഗുണിക്കണം. ഓക്കെ, അപ്പൊ എന്താവും, B റൂട്ട് 5 is equal to A. ഓക്കെ, യെസ്. ഇനി എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡ് നമ്മൾ എന്താണ്, സ്ക്വയർ ചെയ്യണം. ഓക്കെ, സോ സ്ക്വയർ എന്താവും, ബിയുടെ സ്ക്വയർ എന്താവും, ബി സ്ക്വയർ. റൂട്ട് 5ന്റെ സ്ക്വയർ എന്താവും, 5. ഓക്കെ, എയുടെ സ്ക്വയർ എന്താണ്, A സ്ക്വയർ. ദാറ്റ് ഈസ് 5B സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ now. ക്ലിയർ? യെസ്. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് ആൻഡ് റീഅറേഞ്ചിങ് വി ഗെറ്റ് റൂട്ട് 5B. അതായത് ഈ ഒരു സൈഡിന്റെ സ്ക്വയർ, ഇവിടുത്തെ സ്ക്വയർ. ക്ലിയർ? സോ ഇറ്റ്സ് ബിക്കം റൂട്ട് 5യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. ബിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B സ്ക്വയർ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു A സ്ക്വയർ. യെസ്. എന്തിനാണ് സാർ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, A സ്ക്വയർ കിട്ടുന്നത് 5 ഇൻറ്റു B സ്ക്വയർ ചെയ്യുമ്പോഴാണ്. അതായത് A സ്ക്വയറിന്റെ ഒരു ഫാക്ടർ ആണ് ആര്, 5. ക്ലിയർ? കാരണം അതുകൊണ്ടാണ് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുന്നത്. 5 ഇൻറ്റു സം നമ്പർ ദാറ്റ് ഈസ് B സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ. ദാറ്റ് മീൻസ് A സ്ക്വയറിന്റെ ഫാക്ടർ ആണ് 5. അതായത് B സ്ക്വയർ സാർ ഇവിടെ എഴുതി കഴിഞ്ഞാൽ 5 താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ A സ്ക്വയർ ബൈ 5 എന്നാവും അല്ലെ. അപ്പൊ അതായത് A സ്ക്വയറിന് നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒരു സംഖ്യ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ A സ്ക്വയറിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ therefore A സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. ഓക്കെ, ആൻഡ് ഇറ്റ് ഫോളോസ് ദാറ്റ് A ഈസ് ആൾസോ ഡിവിസിബിൾ ബൈ 5. നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് പ്രകാരം എന്താണ്, A സ്ക്വയറിനെ നിങ്ങൾക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ Aനെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായത് എന്താണ്, എയ്ക്കുള്ള ഒരു ഫാക്ടർ ആണ്, എയുടെ ഒരു ഫാക്ടർ ആണ് എന്ത്, 5. ഓക്കെ, പക്ഷെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് എന്താണ്, എയും ബിയും കോ പ്രൈം ആണെന്നല്ലേ. അവർക്ക് എന്താണ്, കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ലെന്നല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, എയ്ക്ക് ഒരു ഫാക്ടർ ഉണ്ട്, അതെന്താണ്, 5. ഇനി ബിക്കും ഒരു ഫാക്ടർ ഉണ്ട്, അതും 5 ആണെന്ന് തെളിഞ്ഞാൽ ആദ്യം പറഞ്ഞ കോ പ്രൈം എന്നുള്ള ആശയം എന്ന ഒരു ഐഡിയ തെറ്റിപ്പോവും. മനസ്സിലായോ? ആ ഒരു ആശയം തെറ്റിപ്പോവും. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എനെ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ബിക്കും ഇതേപോലെ കോമൺ ഫാക്ടർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇതിന്റെ സെക്കൻഡ് സെക്ഷൻ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ ക്ലിയർ? അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക, 5B സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ. മക്കളെ, ഈ ഇക്വേഷൻ മാറിപ്പോ എല്ലാവർക്കും. ഇത് തിരിച്ചും മറിച്ചൊക്കെയാണ് എഴുതി വെക്കണം എല്ലാവരും. ഇവിടം വരെയൊക്കെ ശരിയാക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ അങ്ങനെയാണെങ്കിൽ എയും ഡിവിസിബിൾ ആണെങ്കിൽ A സ്ക്വയർ ഇസിക്കൽ ടു 5 ഇൻറ്റു B സ്ക്വയർ എന്ന് എഴുതിയല്ലോ. അപ്പോ A സ്ക്വയറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ A ഇസിക്കൽ ടു 5 ഇൻറ്റു സം നമ്പർ എന്ന് എഴുതാൻ നമുക്ക് പറ്റില്ലേ? പറ്റും. അങ്ങനെയാണെങ്കിൽ A ഇസിക്കൽ ടു 5C എന്ന് എഴുതാം. ഇതാണ് അടുത്തൊരു കാര്യം. എനെ നിങ്ങൾ എന്തായിട്ട് എടുക്കണം, 5C എന്ന് എടുക്കണം. C is an integer. Okay, so we can write A is equal to 5C. Okay, for some integer C. ക്ലിയർ? യെസ്. ഇനി ഇപ്പൊ ഈ പറഞ്ഞ ഇക്വേഷൻ ഒന്നും കൂടി മനസ്സിലോർക്കുക. 5B സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ. അപ്പൊ 5B സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ. അപ്പൊ A എന്തായിട്ട് എടുത്തു, നിങ്ങൾ 5C ആയിട്ട് എടുത്തു അല്ലെ.
ഇപ്പൊ എയുടെ പ്ലേസിൽ ഇനി എന്ത് കൊടുക്കണം? ഈ എയുടെ പ്ലേസിൽ കൊണ്ടുവന്ന് ഈ 5c കൊടുക്കണം. തിരിച്ച് ചില ആൾക്കാർ ഇവിടെ കൊണ്ട് കൊടുത്ത് കാണാറുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ 5b² ഇസ് ഈക്വൽ ടു എയുടെ പ്ലേസിൽ എന്ത് കൊടുത്തു? 5c കൊടുത്തു. അതിന് കാരണം എന്താ? എ ആണ് 5ന്റെ മൾട്ടിപ്പിൾ. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 5c കൊടുത്തു. എന്നിട്ട് എന്താണ്? അതിന്റെ സ്ക്വയർ ആണ്. ക്ലിയർ? യെസ്. അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ എ ഇസ് ഈക്വൽ ടു 5c, നമ്മൾ എന്താണ് ആ ഇക്വേഷനിൽ എയുടെ പ്ലേസിൽ എന്താണ് 5c കൊടുത്തു. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? 5b² ഇസ് ഈക്വൽ ടു a². അവിടെ എയുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുത്തു? എന്താണ്? 5c എന്ന് കൊടുത്തു. അപ്പൊ 5c². ക്ലിയർ? സോ 5b² ഇസ് ഈക്വൽ ടു 5c². therefore 5b² ഇസ് ഈക്വൽ ടു 5 യുടെ സ്ക്വയർ എത്രയാണ്? 25. ഓക്കെ, ഇതിന്റെ സ്ക്വയർ 25 ആൻഡ് c². ക്ലിയർ? then b² ഇസ് ഈക്വൽ ടു ഈ 5 നിങ്ങളുടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണെന്ന് സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഡിവിഷൻ ആവും 25 ഡിവൈഡ് ബൈ 5c². ക്ലിയർ? 25 5 multiple, the answer is 5c². so b² is equal to 5c². this is equation number 2. clear? yes. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് സാർ ഇപ്പൊ ചെയ്ത് കണ്ടോ? so b² is equal to 5c², equation number 2. clear? yes. so this means that നേരത്തെ നമ്മൾ എന്താണ് a² is equal to എന്താണ് 5b² എന്ന് കണ്ടെത്തി അല്ലെ? അതിൽ നമ്മൾ പറഞ്ഞ എന്താണ്? a² is divisible by 5 and a is divisible by 5 എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നമുക്ക് b² is equal to എന്താണ്? 5c², some integer into 5 കിട്ടി. that means b² is also divisible by 5 and b is divisible by 5. that means a-നെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, b-നെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ a-ക്കും b-ക്കും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ വരികയാണ്. കോമൺ ഫാക്ടർ എന്താണ്? ആ കോമൺ ഫാക്ടർ, ആ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 5 ആണ് അല്ലെ? ബട്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് കോപ്രൈം ആണെന്ന് പറഞ്ഞു, അതായത് കോമൺ ഫാക്ടർ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കിട്ടിയത് എന്താണ്? 5 ഉണ്ടെന്നാണ്. അപ്പോ നമ്മൾ എന്താണോ വിചാരിച്ചത് അതല്ല കിട്ടിയത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് കിട്ടാൻ കാരണം നമ്മൾ ഓപ്പോസിറ്റ് വിചാരിച്ചത് കൊണ്ടല്ലേ? അപ്പൊ നമ്മൾ വിചാരിച്ചത് തെറ്റാണ്. നമ്മൾ വിചാരിച്ചത് എന്തായിരുന്നു? റാഷണൽ ആണെന്നാണ്. അപ്പൊ തെറ്റാണെന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഇറാഷണൽ ആണ്. ഇതാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ തെറ്റായ ഒരു കാര്യം വിചാരിക്കുന്നു, എന്നിട്ട് ചെയ്തു വരുമ്പോൾ നമ്മൾ ആ വിചാരിച്ചത് പോലെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പറയാണ് നമ്മൾ വിചാരിച്ചത് തെറ്റായിരുന്നു, അതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന്. ക്ലിയർ? യെസ്. അപ്പൊ അതുപോലെ ഒരു സെന്റൻസ് ഇവിടെ വെക്കണം. therefore a and b have at least 5 as a common factor. okay, so but this contradict the fact that a and b are co-prime. നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്രൈം ആണെന്ന് പറഞ്ഞു, അപ്പൊ അതിനെതിരാണത്. സോ ദിസ് കോൺട്രഡിക്ഷൻ ഇങ്ങനെ എതിര് വരാൻ കാരണം ബിക്കോസ് അവർ ഇൻകറക്റ്റ് അസംഷൻ, നമ്മളുടെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനം, തെറ്റായിട്ടുള്ള അനുമാനം കാരണമാണ്. നമ്മൾ എന്താണ് തെറ്റായി അനുമാനിച്ചത്? √5 റാഷണൽ ആണെന്നാണ്. അപ്പൊ ശരിയായിട്ടുള്ള അനുമാനം എന്താവണം? therefore we conclude that √5 is irrational. അപ്പൊ ഇത് എന്താണ്? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, √2 ചോദിക്കുകയാണെങ്കിൽ ആ 5ന്റെ പ്ലേസിലൊക്കെ എന്താണ്? 2 ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. പ്രൂവ് ദാറ്റ് 3 + 2√5 is irrational. ഈ കേസിൽ വരുമ്പോൾ 3 + 2√5 is equal to നിങ്ങൾ a/b എന്ന് എടുക്കണം. ഓക്കെ, 2√5 ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? 3 ഇപ്പുറ സൈഡിലേക്ക്, അപ്പൊ ദാറ്റ് ഈസ് a/b - 3. ക്ലിയർ? ദെൻ √5 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 2 ഇപ്പുറ സൈഡിലേക്ക് എടുക്കണം. അപ്പൊ 2 ഇവിടെ ഇൻറ്റു താഴെ വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ ഈ ഇത്ര പോയിന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് പോവാം. ആദ്യം തന്നെ എന്ത് ചെയ്യാം? 3 + 2√5 ഇറാഷണൽ തെളിയിക്കണം. സോ ലെറ്റ് us assume the contrary, that 3 + 2 is rational. നേരത്തെ എഴുതിയ പോലെ തന്നെ. ദെൻ എന്താണ്? this we can find integer a and b, നേരത്തെ എഴുതിയ പോലെ അതൊക്കെ തന്നെ എഴുതുക. ഓക്കെ, ഇനി എഴുതേണ്ട പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? 3 + 2√5 നമ്മൾ എന്താണ്? a/b എന്ന് എഴുതണം. ഇത് നേരത്തെ എഴുതിയ പോലെ തന്നെ. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇവിടെ +3 ആണ്. ഈ +3 സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് സാറ്. അപ്പൊ 2√5 is equal to a/b. ഈ +3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -3 ആവും. കിട്ടിയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ? യെസ്. ദെൻ 2√5 is equal to ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. b × 3 3b. അപ്പൊ a - 3b ഡിവൈഡഡ് ബൈ ഇവിടെ ഈ 3യുടെ താഴെ 1 ആണ്. അപ്പൊ b × 1 ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു b. ഇങ്ങനെ എഴുതുന്ന നിർബന്ധമില്ല, പക്ഷെ ഇങ്ങനെ എഴുതി നല്ലതാണ്. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. ക്ലിയർ? ഇനി വീണ്ടും ഇവിടെ 2 ഉണ്ട് എക്സ്ട്രാ ഉള്ള. അപ്പൊ 2നെ നമുക്ക് സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പൊ √5 is equal to മക്കളെ a - 3b ഡിവൈഡ് ബൈ 2b എന്നാവും. എന്തിനാ ഇങ്ങനെ ചെയ്യണം? √5 മാത്രം ഒരു സൈഡിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ റൂട്ട് ഉണ്ടെങ്കിൽ ആ റൂട്ട് ഉള്ള ആളെ മാത്രം ഒരു സൈഡിലാക്കിയിട്ട് വേണം ഇക്വേഷൻ ചെയ്യാൻ. ഓക്കെ, so this is √5 is equal to a - 3b by 2b എന്നായി. കണ്ടോ? ക്ലിയർ? യെസ്. ഓക്കെ, ഇവിടെ എത്തിക്കണം. അതായത് √5 ഒരു സൈഡിലാക്കണം. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം?
ഇവിടെ കിടക്കുന്നത് എന്താ? ഇവിടെ കിടക്കുന്നത് എ ഉണ്ട്, ബി ഉണ്ട്, അല്ലെ? ഇതെന്താണ്? ഇന്റീജേഴ്സ് ആണ്. അപ്പൊ ഒരു ഇന്റീജേഴ്സ് ഡിവൈഡഡ് ബൈ അനദർ ഇന്റീജേഴ്സ്, അല്ലെ? അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ നമ്പർ ആണ്. ക്ലിയർ? അപ്പൊ ഇത് റാഷണൽ ആയതുകൊണ്ട് ഒരു ഇക്വേഷന്റെ രണ്ട് ഇക്വേഷൻ ഈക്വൽ ആണ്. ഇതും ലെഫ്റ്റ് റൈറ്റ് ഈക്വൽ ആണ്. റൈറ്റ് റാഷണൽ ആണെങ്കിൽ ലെഫ്റ്റ് എന്തായിരിക്കണം? റാഷണൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് റാഷണൽ ആയതുകൊണ്ട് ഇതും റാഷണൽ ആണെന്ന് നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, ബട്ട് നമുക്ക് ഓൾറെഡി അറിയാലോ √5 ഇറാഷണൽ ആണെന്ന്. അപ്പോ നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റല്ലേ? അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയുന്ന 3 + 2 √5 ഇറാഷണൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, so since a and b are integers, we get a minus 3b2 by is rational and so √5 rational. ഇവിടെ ഇത് റാഷണൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡും റാഷണൽ ആയിരിക്കും നമ്മൾ എഴുതുകയാണ്. ബട്ട് ദിസ് കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് √5 is rational. പക്ഷെ അതെങ്ങനെ ശരിയാവും? √5 റാഷണൽ ആണെന്ന് നമുക്ക് അറിയാലോ. വലിയ മാർക്കിനാണ് ചോദിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ √5 റാഷണൽ നേരത്തെ ചെയ്തില്ലേ, അതിവിടെ തെളിയിച്ചിട്ട് വേണം ഇത് പറയാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആ കേസിൽ അത് തെളിയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് √5 റാഷണൽ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് ഇവിടെ പറയണം. ഇവിടെ റാഷണൽ ആണെന്നാണ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് അറിയാവുന്നത് എന്താണ്? √5 ഇറാഷണൽ ആണെന്നാണ്. അപ്പൊ നമ്മൾ എന്താണോ എടുത്ത അസംഷൻ, ആ അസംഷൻ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് √5 റാഷണൽ എന്ന് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു സെന്റൻസ് ഇങ്ങനെ പറയാം: this contradiction has arisen because of our incorrect assumption that 3 + 2 √5 is rational. Therefore, we conclude that 3 + 2 √5 is irrational. Okay, clear? Yes. Next, നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പ്രൂവ് ദ ഫോളോയിങ് ആർ ഇറാഷണൽ. താഴെ തന്നിരിക്കുന്നത് റാഷണൽ ആണെന്ന് തെളിയിക്കണം. ഇവിടെ 1/√2 തന്നിട്ടുണ്ട്. അപ്പൊ 1/√2 നമ്മൾ ഇതുപോലെ തന്നെ ഇസ് ഈക്വൽ ടു a/b എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് √2 ഒരു സൈഡിലോട്ട് ആക്കണം. ഓക്കെ, അപ്പൊ √2 ഒരു സൈഡിലേക്ക് √2 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ എന്തായി? 1 is equal to a/b into √2. √2 അവിടെ നിർത്തിയിട്ട് a/b ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്താവും? b ഇവിടെ ഡിവൈഡ് ചെയ്തേക്കാണ്, b മുകളിലേക്ക് പോവും. ഓക്കെ, a ഇവിടെ താഴേക്കും വരും. b/a is equal to √2. ഇങ്ങനെ ചിന്തിക്കാം. ഒരു വേ ഇങ്ങനെ. മറ്റൊരു വേ എന്ന് പറഞ്ഞാൽ 1/√2 is equal to a/b ആണെങ്കിൽ ഇതിനെ നേരെ തിരിക്കാം. അപ്പൊ എന്താണ്? √2/1 is equal to ഇതും തിരിക്കാം. ഓക്കെ, b/a. അങ്ങനെ പെട്ടെന്ന് എഴുതാം. ഓക്കെ, അപ്പൊ √2 is equal to √2 is equal to b/a എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കി മറ്റു കഥകളൊക്കെ എഴുതാം. ഓക്കെ, അപ്പൊ തുടങ്ങാം നമുക്ക്. ലെറ്റ് 1/√2 is rational. റാഷണൽ ആണ് നമ്മൾ എന്താണ് അസ്യൂം ചെയ്തു. ഓക്കെ, then therefore we find two co-prime integers a, b and b not equal to 0 such that 1/√2 is equal to a/b. 1/√2 നമുക്ക് a/b രൂപത്തിൽ എഴുതാൻ പറ്റും. റിയൽ നമ്പർ എന്താണ്? നമ്മൾ റാഷണൽ നമ്പർ ആയതുകൊണ്ട് അത്ര എഴുതാം. ഓക്കെ, ഇനി ഇത് തിരിക്കണം. ഓക്കെ, തിരിക്കുമ്പോൾ എന്താവും? √2/1 is equal to b/a. /1 ആയതുകൊണ്ട് നമ്മൾ എഴുതണ്ട. ക്ലിയർ? ഇതിനകത്ത് b/a എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് എ റാഷണൽ നമ്പർ. ഓക്കെ, അതുകൊണ്ട് √2 എന്താണ്? റാഷണൽ നമ്പർ ആണ്. ബട്ട് വി നോ ദാറ്റ് √2 is irrational. നേരത്തെ പറഞ്ഞ പോലെ √2 റാഷണൽ നമുക്ക് അറിയാലോ. അപ്പൊ അത് നമ്മള് അസംഷൻ തെറ്റായത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ എഴുതാ b/a is a rational as a and b are integers. Therefore √2 is rational. ഇവിടെ നിന്നാണ് മനസ്സിലാവുന്നത് √2 എന്താണ്? റാഷണൽ ആണ്. Which contradicts to the fact that √2 is irrational. ഇത് നമ്മുടെ √2 ഇറാഷണൽ ആണെന്നുള്ളതിന് എതിരായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇവിടെ വന്നേക്കുന്നത്, അല്ലെ? √2 ഇറാഷണൽ ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, hence our assumption is false. നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. Therefore 1/√2 is എന്താണ്? ഇറാഷണൽ. അതുകൊണ്ട് 1/√2 ഇറാഷണൽ ആണ്. അങ്ങനെ എഴുതണം. ലാസ്റ്റ് അത് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസത്തിലേക്ക് പോകാം. അടുത്തത് 7√5 ആണ്. ഇതേപോലെ തന്നെ ലെറ്റ് 7√5 is rational എന്ന് എഴുതണം. Therefore we can find two co-prime integers a, b, b not equal to 0 such that ഇതൊക്കെ പറഞ്ഞ ഇങ്ങനെ കഥകളൊക്കെ എഴുതിയിട്ട് 7√5 is equal to a/b. മക്കളെ നേരത്തെ പറഞ്ഞ പോലെ √5 ഇവിടെ നമ്മൾ ഒറ്റക്കാക്കണം. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 7 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആവും. ദാറ്റ് ബിക്കം a/b into 7. ഓക്കെ, √5 is equal to a/b into 7 is equal to a/7 into b, 7b. Okay, √5 is equal to a/7b. Clear? Yes. So √5 is equal to a/7b എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ മനസ്സിലായി? a/7b എന്ന് പറഞ്ഞ ഒരു റാഷണൽ നമ്പർ ആണ്. മുകളിൽ താഴെ എന്താണ്? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉണ്ട്. സിമിലാർലി ഈ √5 എന്തായിരിക്കും? അപ്പോ റാഷണൽ നമ്പർ ആയിരിക്കണം. ബട്ട് വി നോ ദാറ്റ് √5 is irrational. അതെന്തുകൊണ്ട് അങ്ങനെ വന്നേ? അപ്പൊ നമ്മുടെ തെറ്റായ അസംഷൻ കാരണമാണ്. അതുകൊണ്ട് 7√5 എന്താണ്? ഇറാഷണൽ ആണ്. സോ a/7b is rational as a and b are integers. ഇത് റാഷണൽ ആണെന്ന് എഴുതുന്നു. Therefore √5 should be rational. √5 റാഷണൽ ആകണം. But
അവിടെയാണ് ബട്ട് വരുന്നത്. ദിസ് കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് റൂട്ട് 5 is irrational. റൂട്ട് 5 റാഷണൽ ആണല്ലോ, പിന്നെ അതെങ്ങനെ റാഷണൽ ആവും? Therefore our assumption that 7 root 5 is rational is false. നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. സോ ഹെൻസ് 7 root 5 is irrational. അതുകൊണ്ട് 7 root 5 എന്താണ്? ഇറാഷണൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6 plus root 2 ഇതേപോലെ തന്നെ ലെറ്റ് 6 plus root 2 ബി റാഷണൽ എന്ന് എടുക്കുക. അതിനുശേഷം 6 plus root 2 is equal to a by b എന്ന് എഴുതാം. ഇവിടെ റൂട്ട് 2 ഒരുമിച്ച് നിർത്തിയിട്ട് ഈ 6 നിങ്ങൾ ഇപ്പുറത്തേക്ക് എടുക്കുക. സോ ദിസ് ബിക്കം a by b മൈനസ് എന്താണ് 6. ഇങ്ങനെ ഇട്ടാലും മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി a by b മൈനസ് നിങ്ങൾ ചെയ്യണമെന്നില്ല. ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? a മൈനസ് ഈ b ഇപ്പുറത്തേക്ക് ഗുണിക്കുകയാണെങ്കിൽ 6b ഡിവൈഡ് ബൈ b. ഇങ്ങനെ ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ നിർത്തിയിട്ട് ഈ പറഞ്ഞ കഥകളൊക്കെ പറയാം. സോ റൂട്ട് 2 is equal to എന്താണ്? a by b മൈനസ് 6. ദിസ് ഈസ് റാഷണൽ. ഇത് റാഷണൽ ആണ്. അതുകൊണ്ട് ഇതും എന്തായിരിക്കും മക്കളെ? റാഷണൽ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇത് രണ്ടും റാഷണൽ ആവണം. അങ്ങനെയാണല്ലോ ഒരു ഇക്വേഷൻ റൈറ്റ് സൈഡ് റാഷണൽ ആയാൽ ലെഫ്റ്റ് സൈഡ് റാഷണൽ ആവും. ബട്ട് വി നോ ദാറ്റ് റൂട്ട് 2 ഇസ് റാഷണൽ. റൂട്ട് 2 റാഷണൽ നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ 6 plus root 2 എന്താണ്? ഇറാഷണൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്റ് a and b are integers and a by b minus 6, that is the right hand side also rational and hence root 2 should be rational ആകണം. ഓക്കെ, ദിസ് ഇത് കോൺട്രഡിക്റ്റ് ആവുന്നു, എതിരാവുന്നു. ഫാക്ട് ഏത് സത്യത്തിനെതിരെ? റൂട്ട് 2 ഈസ് റാഷണൽ. റൂട്ട് 2 റാഷണൽ എതിരെ വന്നു. ഓക്കെ, therefore our assumption is false. നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. hence 6 plus root 2 is irrational. ക്ലിയർ? സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ എടുത്തു, എക്സസൈസും എടുത്തു. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറ്റ് പ്രീമിയം വീഡിയോസിനുമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് നൽകിക്കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സൊല്യൂഷൻ ആണ്. അതെല്ലാം ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു മാർക്ക് എക്സാമിന് വാങ്ങുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു വൺസ് അഗൈൻ.